ഫെബി ജോർജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചലച്ചിത്രമാണ് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സൈജു കുറുപ്പാണ്. കടമുള്ള സിനിമകളുടെയും നല്ല കഥാപാത്രങ്ങളുടെയും വക്താവായാണ് സൈജു കുറുപ്പ് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അഭിലാഷം എന്ന സിനിമയ്ക്ക് ശേഷം ഒരൽപ്പം ഫാന്റസിയുമായാണ് റിട്ടേൺ ആൻഡ് ഡയറക്ടേഴ്സ് ബൈ ഗോഡിൽ സൈജു കുറുപ്പ് എത്തുക. കരിയറിലെ തന്റെ ആദ്യ ഫാന്റസി ചിത്രത്തെ കുറിച്ച് സൈജു കുറുപ്പ് പറയുന്നത് ഒന്ന് നോക്കാം. അത് ഇങ്ങനെയാണ്. തിരുവനന്തപുരത്ത് സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് സംവിധായകൻ ഫെബി റിട്ടേൺ ആൻഡ് ഡയറക്ടേഴ്സ് ബൈ ഗോഡ് എന്ന സിനിമയുടെ വിശദാംശങ്ങൾ എനിക്ക് അയച്ചു തരുന്നത്. ഫയൽ തുറന്നപ്പോൾ മനോഹരമായി ഡിസൈൻ ചെയ്ത ഈ സിനിമയിലെ ഒരു പോസ്റ്റർ കണ്ടു. ഖുറാനും ബൈബിളിനും സമാനമായ ഒരു പുസ്തകത്തിന്റെ മുകളിൽ സ്വർണ്ണ ലിപികളിൽ സിനിമയുടെ പേര് എഴുതിയ ഡിസൈൻ. പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഈ സിനിമയുടെ കഥ കേൾക്കണമെന്ന് തീരുമാനിച്ചു. എറണാകുളത്ത് വെച്ച് കഥ കേട്ട മാത്രയിൽ തന്നെ കഥ എനിക്കിഷ്ടമായി. ഒരു മനുഷ്യന്റെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്ന കൺസെപ്റ്റ്. എന്റെ കരിയറിൽ ഞാൻ ഇതുവരെ ഒരു ഫാന്റസി സിനിമ ചെയ്തിട്ടില്ല. ഞാൻ തമാശയ്ക്ക് ചിന്തിക്കും, ഈഗോ അടിച്ചിട്ട് ദൈവം നമ്മുടെ മുന്നിൽ വന്നിട്ട് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള, നമുക്ക് ഏറെ ഇഷ്ടമുള്ള വരങ്ങളൊക്കെ ചോദിച്ചു വാങ്ങാം. സ്വർഗതുല്യമായ ഒരു ജീവിതം പിന്നീട് അങ്ങോട്ട് നമുക്ക് ലഭിക്കും. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല പറയുന്നത്. ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുത്ത ദൈവത്തിന്റെ കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് സണ്ണി വെയിനാണ്. മായാജാലം കാണിക്കലല്ല ഈ സിനിമയിലെ ദൈവത്തിന്റെ ദൗത്യം. നമ്മുടെ ഉൾ മനസ്സിലേക്കുള്ള വഴികാട്ടി തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അറിഞ്ഞു വരുത്തുകയാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരുപാട് സിനിമകൾ അടുത്തിടെ റിലീസ് ചെയ്തിട്ടുമുണ്ട്. ഓ മൈ കടവുളെ, ഓ മൈ ഗോഡ്, ബ്രൂസ് ആൽമൈറ്റി തുടങ്ങിയ ഒരുപാട് സിനിമകൾ. വാസ്തവത്തിൽ ഈ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നും ഞാൻ ആകെ കണ്ടിട്ടുള്ള ഒരു ഇന്ത്യൻ ഫാന്റസി സിനിമ തക്ബീർ വാല എന്ന ഹിന്ദി ചിത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെലുങ്ക് നടൻ വിക്ടറി വെങ്കടേഷ് ആണ് സിനിമയിലെ നായകൻ. മേൽ പറഞ്ഞ സിനിമകളൊക്കെ തന്നെ കുറച്ച് കോമഡിയിൽ അധിഷ്ഠിതമാണ്. ഈ സിനിമയിലും ആവശ്യത്തിന് കോമഡി ഉണ്ട്. പക്ഷേ ഇവിടെ ദൈവം ഒരു മായാജാലക്കാരനല്ല അത്രമാത്രം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ദൈവം മാർഗനിർദ്ദേശം നൽകുന്നു. ആ വഴി ഒരുപാട് പ്രശ്നമുള്ള ഒരാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. അതാണ് റിട്ടേൺ ആൻഡ് ഡയറക്ടേഴ്സ് ബൈ ഗോഡ് എന്ന സിനിമയുടെ കാതൽ. എന്തായാലും നല്ല ശുദ്ധ എന്റർടൈൻമെന്റ് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ പ്രതീക്ഷിക്കാം. ദൈവം എന്റെ മുന്നിൽ ഇതിനു മുന്നേയും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ അത് മനുഷ്യന്റെ രൂപത്തിലാണെന്ന് മാത്രം. ഞാൻ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് യാദൃശികമായി NG ശ്രീകുമാറിനെ ജോലിയുടെ ഭാഗമായി കാണാനിട വന്നു. അദ്ദേഹമാണ് എന്റെ രൂപവും ഭാവവും ഒക്കെ കണ്ടിട്ട് സിനിമയിൽ ഒരു ഭാവി ഉണ്ടെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം NG ശ്രീകുമാർ ഒരു ദൈവമായാണ് അന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് സൈജു കുറുപ്പ് വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഒരുപാട് സഹായിച്ചുവെന്നും അന്ന് അദ്ദേഹം സഹായിച്ചില്ലെങ്കിൽ ഒരു സിനിമാ നടൻ ആയിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് പ്രത്യക്ഷപ്പെട്ട ദൈവമാണ് സംവിധായകൻ ഹരിഹരൻ സർ. അദ്ദേഹത്തിന് എന്നെ നായകനാക്കി മയൂരം എന്ന സിനിമ സംവിധാനം ചെയ്യാൻ തോന്നി. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിലോ? പല മനുഷ്യരൂപത്തിൽ ദൈവം അങ്ങനെ പലതവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് സൈജു കുറുപ്പ് കൂട്ടിച്ചേർത്തു.